സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 15 ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 1 എക്സാമിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾ സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണല്ലേ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 നമുക്ക് കവർ ചെയ്യാനുള്ളത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ടെക്നോളജീസ് ആണ് അല്ലേ. കൺസ്ട്രക്ഷൻ ടെക്നോളജീസ് ആണ്. അപ്പം അതിൽ സബായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മേസൺട്രീൻ്റെ ഏരിയ ആണ് കേട്ടോ. മേസൺട്രീൻ്റെ ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 4 ആണെന്നുള്ളത് നോക്കുക. മൊഡ്യൂൾ 4 ബ്രിക്കും അതുപോലെ തന്നെ സ്റ്റോണ്, പിന്നെ നമ്മൾ പോയിന്റിങ് അല്ലേ, പോയിന്റിങ്, ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മൊഡ്യൂൾ 4ൻ്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 12ാമത്തെ എറേഷൻ സീരീസ് 12ലാണ് നമ്മൾ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു സിലബസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ തന്നെ മേസൺട്രിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മേസൺട്രി വാൾസ്, അതുപോലെ തന്നെ ലോഡ് ബിയറിങ്, നോൺ ലോഡ് ബിയറിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. റീറ്റെയിനിങ് വാൾസ്, സ്റ്റോൺ മേസൺട്രി, ബ്രിക്ക് മേസൺട്രി, ലാറ്ററൈറ്റ് മേസൺട്രി, കോമ്പോസിറ്റ് മേസൺട്രി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺ മേസൺട്രി, ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഫോർ സ്റ്റോൺ മേസൺട്രി ആസ് പെർ റിലവൻറ്റ് കോഡ്സ് അല്ലേ. അതുപോലെ തന്നെ ബ്രിക്ക് മേസൺട്രി ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൺസ് ഫോർ വാൾസ്, പിയേഴ്സ് ആൻഡ് ജംഗ്ഷൻസ് ആൻഡ് വാൾസ് ഫോർ ഈക്വൽ ആൻഡ് അൺഈക്വൽ തിക്നെസ്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, സിംഗിൾ ആൻഡ് ഡബിൾ ഫ്ലെമിഷ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ലേ. നമ്മൾ ഇങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ സിലബസ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ അതിൽ ഇന്ന് പറഞ്ഞു നമ്മൾ എടുക്കാൻ പോകുന്നത് മേസൺട്രിയിൽ ബ്രിക്കും അതുപോലെ തന്നെ സ്റ്റോണും ആണ്. പിന്നെ അതുപോലെ തന്നെ പോയിന്റിങ് അല്ലേ. പോയിന്റിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ കണ്ടിന്യൂഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു, സ്കഫോൾഡിങ്, ഷോറിങ്, അണ്ടർപിന്നിങ് എന്നുള്ള രീതിയിൽ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം സ്കഫോൾഡിങ്, ഷോറിങ്ങും അണ്ടർപിന്നിങ്ങും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പ്ലാസ്റ്ററിങ്ങും അല്ലേ. ഇന്ന് നമ്മളെ ക്ലാസ്സിൽ പോയിന്റിങ്ങും കൂടെ ചേർത്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാസ്റ്ററിങ് ആണല്ലോ അല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയിന്റിങ് തന്നെ തുടങ്ങിയാലോ. പോയിന്റിങ് അല്ലേ. പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിംഗ് ഓഫ് മോട്ടാർ ജോയിൻസ് ഇൻ മേസൺട്രി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ബ്രിക്ക് വാൾ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കറക്റ്റ് ഒരു ഫിനിഷിങ് കൊടുക്കുന്നതിന് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു പോയിന്റിങ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിനിഷിംഗ് ഓഫ് മോട്ടാർ ജോയിൻസ് ഇൻ മേസൺട്രി ആണ് പോയിന്റിങ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് പോയിന്റിങ് എഴുതിയാലോ. പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിംഗ് ഓഫ് മോട്ടാർ ജോയിൻസ് ഇൻ മേസൺട്രി, അതിനെയാണ് നമ്മൾ പോയിന്റിങ് എന്നുള്ള ടേമോട് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. എന്താണ് പോയിന്റിങ്? ഫിനിഷിംഗ് ഓഫ് മോട്ടാർ ജോയിൻസ് ഇൻ മേസൺട്രി ആണ്. ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഏതൊക്കെ മോട്ടാറാണ് പോയിന്റിങ്ങിന് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ലൈം മോട്ടാർ ഉണ്ട്, അതുപോലെ തന്നെ സിമെന്റ് മോട്ടാറും ഉണ്ട് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ലൈം മോട്ടാർ ഉണ്ട്, സിമെന്റ് മോട്ടാറും ഉണ്ട്. പിന്നെ നമുക്ക് പോയിന്റിങ്ങിൽ നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് പോയിന്റിങ് ആണ് അല്ലേ. ടൈപ്പ് ഓഫ് പോയിന്റിങ് ആണ് നോക്കാനുള്ളത്. ടൈപ്സ് ഓഫ് പോയിന്റിങ് അല്ലേ. എത്ര ടൈപ്സ് ഓഫ് പോയിന്റിങ് ആണുള്ളത് പോയിന്റിങ്ങിൽ നമുക്ക് നോക്കാനുള്ളത്? ഓരോ ടൈപ്പായിട്ട് ഞാൻ എഴുതാം. ടൈപ്പിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഫസ്റ്റ് വരുന്നത് ഫ്ലഷ് പോയിന്റിങ് അല്ലേ. ഫസ്റ്റ് ഫ്ലഷ് പോയിന്റിങ് എടുക്കുകയാണെങ്കിൽ ഫ്ലഷ് പോയിന്റിങ് എങ്ങനെയാണ് വരിക? ഇതാണ് നമ്മളെ വോളെങ്കിൽ അപ്പോൾ ഇതേ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ പോയിന്റിങ് ചെയ്യുന്നത് ഇതേ രീതിയിൽ അല്ലേ. ഫ്ലഷ് ആയിട്ട് ഇങ്ങനെ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ പോയിന്റിങ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലഷ് പോയിന്റിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ്
ഫ്ലഷ് ആയിട്ട് കിടക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഇവിടെ ഡസ്റ്റ് ഒന്നും അക്യുമുലേറ്റ് ചെയ്തിരിക്കില്ല അല്ലേ. കാരണം ഈ ഒരു ഫേസിന് കറക്റ്റ് ആയിട്ടാണല്ലേ ഉള്ളത് ഈ ഒരു ഫ്ലഷ് പോയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്യൂറബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നോ അക്യുമുലേഷൻ ഓഫ് ഡസ്റ്റ് അല്ലേ, ഡ്യൂറബിൾ, നോ അക്യുമുലേഷൻ ഓഫ് ഡസ്റ്റ് എന്നുള്ളത് ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ ഗുഡ് അപ്പിയറൻസ് അല്ല അല്ലെ, നോട്ട് ഗുഡ് അപ്പിയറൻസ് എന്നുള്ളതും കൂടെ ഇവിടെ ഓർത്ത് വെക്കേണ്ടതാണ്. സെക്കൻഡ് വൺ പറയുന്നതാണ് റിസസ്റ്റ് പോയിന്റിങ്. സെക്കൻഡ് വൺ എന്താണ്, റിസസ്റ്റ് പോയിന്റിങ്. റിസസ്റ്റ് പോയിന്റിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ കുറച്ച് നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെയാണ് അല്ലേ, ഫ്ലഷ് പോയിന്റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്ലഷ് പോയിന്റിങ്ങിൽ ഇവിടെ കറക്റ്റ് ഫിനിഷ് ഫേസിൽ ഫിനിഷ് ആയിട്ട് വരികയാണെങ്കിൽ റിസസ് നമ്മൾ പോയിന്റിങ് പറയുന്ന സമയത്ത് കുറച്ച് ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് അല്ലേ ഇതേ രീതിയിൽ നമ്മൾ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിസസ് പോയിന്റിങ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് ഒരു ഗുഡ് അപ്പിയറൻസ് ഉണ്ടാക്കിയെങ്കിലും ഇതിൻ്റെ ആ ഒരു ഫേസ് കെപ്റ്റ് വേർട്ടിക്കൽ ആയിരിക്കും അല്ലേ. ഈ ഒരു ഫേസ് കെപ്റ്റ് വേർട്ടിക്കൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റിസസ്റ്റ് പോയിന്റിങ് എന്ന് പറയുന്നത്. ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് തേർഡ് വൺ എന്താണ് നോക്കാനുള്ളത്, തേർഡ് വണ്ണ് നോക്കാനുള്ളതാണ് ഗ്രൂവ്ഡ് പോയിന്റിങ് അല്ലേ. ഗ്രൂവ്ഡ് പോയിന്റിങ് ആണ്. ഗ്രൂവ്ഡ് പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെയിം സർഫസ് തന്നെ. അപ്പം ഇതിൽ നമ്മൾ പോയിന്റിങ് ചെയ്യുന്ന സമയത്ത് അതിൽ ഗ്രൂവ് കൊടുക്കുകയാണെങ്കിൽ അല്ലേ, ഗ്രൂവ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രൂവ്ഡ് പോയിന്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സർഫസിൽ ഇതേ രീതിയിൽ വന്നിട്ട് ഒരു ഗ്രൂവ് അല്ലേ, സോറി ഇതേ രീതിയിൽ ഒരു ഗ്രൂവ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രൂവ്ഡ് പോയിന്റിങ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഗ്രൂവ്ഡ് പോയിന്റിങ് അല്ലേ, നമ്മളൊരു ഗ്രൂവ് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു ഗ്രൂവിൽ നമ്മൾ ഈ ഒരു സർഫസിൽ ഒരു ഗ്രൂവ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രൂവ്ഡ് പോയിന്റിങ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം നോക്കി വെക്കുക എന്താണ് ഗ്രൂവ്ഡ് പോയിന്റിങ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫോർത്ത് വൺ അല്ലേ, ഫോർത്ത് വണ്ണ് നോക്കാനുള്ളത് എന്താണ്, ഫോർത്ത് വണ്ണ് നോക്കാനുള്ളതാണ് ബീഡഡ് പോയിന്റിങ് അല്ലേ. ബീഡഡ് പോയിന്റിങ് ഉണ്ട്. ഇതെങ്ങനെയാണ്, ഇതിന്റെ എഡ്ജ് ഒന്നിക്കൽ കോൺകേവ് എഡ്ജ് ആയിരിക്കും, അല്ലെങ്കിൽ സെമി സർക്കുലാർ എഡ്ജ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ഷൻ ആണ് കേട്ടോ ഉണ്ടാവുക, സെമി സർക്കുലാർ പ്രൊജക്ഷൻ അല്ലെങ്കിൽ കോൺകേവ് എഡ്ജ് പ്രൊജക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ അക്യുമുലേഷൻ ഓഫ് ഡസ്റ്റ് അല്ലെ, ഡസ്റ്റിന്റെ അക്യുമുലേഷൻ കൂടുതലായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഡസ്റ്റിന്റെ അക്യുമുലേഷൻ ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ രീതിയിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നതിന് നമ്മൾ പറയുന്നതാണ് ബീഡഡ് പോയിന്റിങ് എന്നുള്ളത്. പിക്ചറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഞാനിപ്പോൾ വരയ്ക്കുന്നതിൽ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും, കാരണം അത്ര നന്നായിട്ട് ഞാൻ വരയ്ക്കുന്നില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ. പിക്ചറിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ വരുന്ന പോയിന്റിങ് ആണ് സ്റ്റക്ക് പോയിന്റിങ്. സ്റ്റക്ക് പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസ് അല്ലേ, നമ്മൾ ഈ പോയിന്റിങ് ചെയ്യുന്നതിൻ്റെ ഫേസ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റക്ക് പോയിന്റിങ് എന്നുള്ളത്. ഈ ഒരു ഫേസ് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇത് ഇൻക്ലൈൻഡ് ആണ്, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇതിൻ്റെ ഫേസ് ഉള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റക്ക് പോയിന്റിങ് എന്ന് പറയുന്നത്. അപ്പം ഓർത്ത് വെക്കുക, ഫേസ് ഇൻക്ലൈൻഡ് എന്നുള്ളത് ഓർക്കുക. ഫേസ് ഇൻക്ലൈൻഡ് ആണ്. അതുപോലെ തന്നെ ഡിസ്പോസ്ഡ് വാട്ടർ ഈസിലി അല്ലേ, അപ്പം അതും ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നോക്കേണ്ടത് ടക്ക് പോയിന്റിങ് അല്ലേ. ടക്ക് പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടക്ക് പോയിന്റിങ് അല്ലേ. ടക്ക് പോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പോയിന്റിങ് പോലെ തന്നെ ഇതിലൊരു ഗ്രൂവ് കൊടുത്തിട്ട്
ഇതിൽ ഇതേ രീതിയിൽ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ടക്ക് പോയിന്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂവ് 5 mm വിഡ്ത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ 3 mm ഡെപ്ത് ആയിരിക്കും ഉള്ളത് എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഗ്രൂവ് വിത്ത് 3 mm പ്രൊജക്ഷൻ അല്ലേ, 3 mm പ്രൊജക്ഷൻ നമ്മൾ വൈറ്റ് സിമെന്റ് യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയിന്റിങ്ങിൽ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. എന്താണ് പോയിന്റിംഗ് എന്ന് പറഞ്ഞു അല്ലേ. പോയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിനിഷിംഗ് ഓഫ് മോട്ടാർ ജോയിൻസ് ഇൻ മേസൺറിനെയാണ് നമ്മൾ പോയിന്റിംഗ് എന്ന് പറയുന്നത്. മോട്ടാർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈം മോട്ടാർ യൂസ് ചെയ്യും, അതുപോലെ തന്നെ സിമെന്റ് മോട്ടാർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈപ്പ് ഓഫ് പോയിന്റിംഗിൽ നമ്മൾ ഫ്ലഷ് പോയിന്റിംഗ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റിസസ്റ്റ് പോയിന്റിംഗ് അല്ലേ, റിസസ്റ്റ് പോയിന്റിംഗിൽ ഫേസ് കെപ്റ്റ് വെർട്ടിക്കൽ എന്നുള്ളത് ഓർത്ത് വെക്കുക, ഗുഡ് അപ്പിയറൻസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഗ്രൂവ്ഡ് പോയിന്റിംഗ് പറഞ്ഞു, ഗ്രൂവ് അറ്റ് സെന്ററിലായിരിക്കും സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബീഡഡ് പോയിന്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റക്ക് പോയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതാണ്, എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടക്ക് പോയിന്റിങ് പറഞ്ഞു. ടക്ക് പോയിന്റിങ്ങിൽ നമ്മൾ ഗ്രൂവ് 5 mm വിഡ്ത്ത് ആൻഡ് 3 mm ഡെപ്ത് ആയിരിക്കും കൊടുക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഗ്രൂവ് വിത്ത് 3 mm പ്രൊജക്ഷൻ എന്നുള്ളതും കൂടെ ടക്ക് പോയിന്റിങ്ങിൽ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ പോയിന്റിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വി പോയിന്റിങ്ങും ഉണ്ട് കേട്ടോ. വി പോയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ഗ്രൂവിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വി എന്നുള്ള ഷേപ്പ് അല്ലേ, ഇതേ രീതിയിൽ നമ്മൾ പോയിന്റിങ് ചെയ്യുന്ന സമയത്ത് ഒരു വി ഷേപ്പിലേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഇങ്ങനെ വന്ന് ഒരു വി ഷേപ്പിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഇപ്പോൾ വി പോയിന്റിങ് എന്നുള്ളത്. അപ്പം അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ പുറത്തേക്കാണ് വരുന്നതെങ്കിൽ അതിനെന്ത് പേരാണ് പറയുക, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. വിൻ്റെ പ്രൊജക്ഷൻ പുറത്തേക്കാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് വെതേർഡ് പോയിന്റിംഗ് അല്ലേ. വി ഷേപ്പ് പ്രൊജക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ വെതേർഡ് പോയിന്റിംഗ് എന്ന് പറയും. വി ഷേപ്പ് ഗ്രൂവ് ആണെങ്കിൽ അതിനെ നമ്മൾ വി പോയിന്റിംഗ് എന്ന് പറയും. അപ്പം ഇതാണ് വി പോയിന്റിംഗ് വരുന്നത്, ഇതാണ് വെതേർഡ് പോയിന്റിംഗ് വരുന്നത്. ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള പോർഷൻ ഏതാണ്, നമ്മളിപ്പോൾ പോയിന്റിങ് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ബ്രിക്ക് മേസൺറി നോക്കാം അല്ലേ. ബ്രിക്ക് മേസൺറി നോക്കാം. ബ്രിക്ക് മേസൺറി നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ബ്രിക്കിൻ്റെ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ അല്ലെ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നുള്ള മൊഡ്യൂൾ 3 നമ്മൾ ബ്രിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മേസൺറി എന്നുള്ള സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിലേക്ക് വന്നത് അല്ലേ. അതിൽ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 19x9x9 സെന്റിമീറ്റർ ആണ് അല്ലേ. നോമിനൽ സൈസ് ആണെങ്കിലോ ഇത് സ്റ്റാൻഡേർഡ് സൈസ് ആണ്. നോമിനൽ സൈസ് ആണെങ്കിൽ എത്രയാണ് വരിക, 20x10 സെന്റിമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് നോമിനൽ സൈസ് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഈ ഒരു മേസൺറിയിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണല്ലേ നോക്കാനുള്ളത്. ബ്രിക്ക് മേസൺറിയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ടേംസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ് ബ്രിക്ക് മേസൺറിയിൽ വരുന്നത്. ബ്രിക്ക് മേസൺറിയിൽ ബേസിക് ആയിട്ട് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സ്ട്രക്ചർ അല്ലേ. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചർ എന്താണ്, സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19x9 സെന്റിമീറ്റർ അല്ലേ. 19x9 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന് നമ്മൾ ആ ഒരു കാണിക്കുന്നത് അല്ലെ, നമ്മളെ ബ്രിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതേ രീതിയിലാണ് ഉണ്ടാവുക. 19x9 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു പ്രൊജക്ഷൻ അല്ലേ, അതിൽ ഇവിടെ 9 ആയിരിക്കും ഉണ്ടാവുക സൈസ്, ഇവിടെ 19 ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു ഫേസിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ ഒരു ഫേസിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19x9 എന്നുള്ള ആ ഒരു ഫേസിനെയാണ് ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് ആണ് അല്ലേ. 9x9 സെന്റിമീറ്റർ ഉള്ളതിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. ഇത് പെർപെൻഡിക്കുലർ ടു ദ വാളായിരിക്കും. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ടു ദ വാളായിരിക്കും അല്ലേ വെക്കുക. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓരോ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഓഫ് അറേഞ്ച്മെന്റ്സ് അല്ലേ. അപ്പം നമ്മൾ ഹെഡേഴ്സ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് വെക്കുന്നത് അതിനാണല്ലേ നമ്മൾ കോഴ്സ് എന്ന് പറയാം. കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം ഇതൊരു ഹെഡർ ആയിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സീരീസ് ഓഫ് അറേഞ്ച്മെന്റ്സിന് അല്ലേ, അതിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ബെഡ് അല്ലേ. ബെഡ് എന്നുള്ളൊരു ടേം നോക്കാനുണ്ട്. ലോവസ്റ്റ് സർഫസ് അല്ലേ, നമ്മൾ ഈ ഒരു ബ്രിക്ക് അറേഞ്ച് ചെയ്യുന്ന ലോവസ്റ്റ് സർഫസിനെയാണ് നമ്മൾ ബെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ സർഫസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണ്, പെർപെൻസ് അല്ലെ. പെർപെൻസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പെർപെൻസ് എന്ന് കണ്ടാൽ എന്താണ്, പെർപെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ ജോയിൻസ് ആണ് കേട്ടോ. വേർട്ടിക്കൽ ജോയിൻസിനെയാണ് നമ്മൾ പെർപെൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, പിന്നെ നമുക്ക് ക്ലോസേഴ്സ് അല്ലെ, ക്യൂൻ ക്ലോസേഴ്സ് ഉണ്ട്, കിങ് ക്ലോസേഴ്സ് ഉണ്ട്, ബിവൽഡ് ക്ലോസേഴ്സ് ഉണ്ട്, മിറ്റഡ് ക്ലോസേഴ്സ് ഉണ്ട് അല്ലെ. ക്ലോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കട്ടിങ് അലോൺ ലെങ്ത് വൈസ് അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ക്ലോസേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ബ്രിക്കിനെ കട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ക്ലോസേഴ്സ് എന്നുള്ള ടേമോട് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലോസേഴ്സ് ഏതൊക്കെയാണുള്ളത്, ക്ലോസറിൽ വരുന്നതാണ് ക്യൂൻ ക്ലോസർ, കിങ് ക്ലോസർ, ബിവൽഡ് ക്ലോസർ, വരുന്നത് ഏതാണ്, മിറ്റഡ് ക്ലോസർ. ഇത്രയും ക്ലോസേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പം അതിൽ ക്യൂൺ ക്ലോസർ അല്ലെ, ക്യൂൺ ക്ലോസറിന് എന്താണ്, ക്യൂൺ ക്ലോസർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കട്ടിങ് ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ലെങ്ത് വൈസ് അല്ലെ. എലോങ് ലെങ്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ എലോങ് ലെങ്ത് എന്നുള്ളൊരു ടേം അല്ലെ, അത് കണ്ടു കഴിഞ്ഞാൽ ക്യൂൺ ക്ലോസർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എക്രോസ് വിഡ്ത്ത് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ക്യൂൺ ക്ലോസർ എലിമിനേറ്റ്സ് കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻസ് അല്ലേ, അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. കിങ് ക്ലോസർ ആണെങ്കിലോ, കിങ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഹെഡർ ആൻഡ് ഹാഫ് സ്ട്രക്ചർ ആണ് അല്ലെ. കിങ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഹെഡ് ആൻഡ് ഹാഫ് സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയും. ബിവൽഡ് ക്ലോസർ ആണെങ്കിൽ ഫുൾ സ്ട്രക്ചർ ആൻഡ് ഹാഫ് ഹെഡർ അല്ലെ, ഫുള്ള് സ്ട്രക്ചർ ആൻഡ് ഹാഫ് ഹെഡർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബിവൽഡ് ക്ലോസർ എന്ന് പറയുന്നത്. മിറ്റഡ് ക്ലോസർ ആണെങ്കിലോ ആംഗിൾ ഓഫ് 45 to 60 ഡിഗ്രി വിത്ത് ലെങ്ത് ഓഫ് ദ ബ്രിക്ക് അല്ലെ, അതിനാണെങ്കിൽ നമ്മൾ മിറ്റഡ് ക്ലോസർ എന്ന് പറയും. ഇവിടെ 45 to 60 ഡിഗ്രി ആംഗിൾ അല്ലേ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. വിത്ത് ലെങ്ത് ഓഫ് ദ ബ്രിക്ക് അല്ലേ, അപ്പൊ അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഒരു ടേം ആണ്, പെർപെൻസ് പറഞ്ഞു, ക്ലോസർ പറഞ്ഞു. പിന്നെ നമുക്ക് ബാറ്റ് എന്നുള്ളൊരു ടേം അല്ലെ. ബാറ്റ് എന്താണ്, ബാറ്റ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ. എക്രോസ് ലെങ്ത് നമ്മൾ കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എലോങ് വിഡ്ത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബാറ്റ് എന്ന് പറയുക. ക്ലോസർ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ബാറ്റ് ഉണ്ട്, 3/4 ബാറ്റ് ഉണ്ട്, ബിവൽഡ് ബാറ്റ് ഉണ്ട് അല്ലെ. അപ്പം അതും കൂടെ അറിഞ്ഞിരിക്കുക. ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്നത് എക്രോസ് ലെങ്ത് ആണ്, അതുപോലെ തന്നെ എലോങ് വിഡ്ത്ത് ആണ് അല്ലെ, എലോങ് വിഡ്ത്ത് ആണ് കട്ട് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ബാറ്റ് എന്നുള്ളൊരു ടേം. പിന്നെ അതുപോലെ തന്നെ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഒരു ബ്രിക്കിൽ നമ്മൾ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് നമ്മളെ ബ്രിക്കെങ്കിൽ ഈ ഒരു ബ്രിക്കിലെ ഈ ഒരു ബ്രിക്കിന്റെ ടോപ്പ് പോർഷനിൽ ഇങ്ങനെ കാണാല്ലേ, ചിലപ്പം അതിന്റെ ആ ഒരു ഏതാണ് കമ്പനി എന്നൊക്കെ എഴുതിയിട്ടുള്ള രീതിയിൽ ഒരു ചെറിയൊരു കട്ടിങ് പോലെ, അപ്പം അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, അതിനെയാണല്ലേ നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. അപ്പം ഡിപ്രഷൻ ഓൺ ദ ഫേസ് ഓഫ് ദ ബ്രിക്കിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രോഗ്, ഡിപ്രഷൻ ഓൺ ഫേസ് ഓഫ് ബ്രിക്ക് അല്ലെ, ഫേസ് ഓഫ് ബ്രിക്കിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് നോക്കാനുള്ളത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടേം ആണ് റേക്കിംഗ് ബാക്കും ടൂത്തിങ്ങും അല്ലെ. റേക്കിംഗ് ബാക്കും ടൂത്തിങ്ങും. എന്താണ് റേക്കിംഗ് ബാക്കും ടൂത്തിങ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു വർക്ക് സ്റ്റോപ്പ് ചെയ്യാണ്, ആ വർക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ്ഡ് വേർഷനിലാണെന്ന് വിചാരിച്ചോ. ഒരു സ്റ്റെപ്പ്ഡ് രീതിയിലാണ് നമ്മളൊരു വർക്ക് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് റാക്കിംഗ് ബാക്ക് എന്നുള്ളത്. അത് നമ്മൾ പറയുന്നത് എന്താണ്, അത് നമ്മൾ പറയുന്നതാണ് റേക്കിംഗ് ബാക്ക് എന്നുള്ളത്. ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു ഡേ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് ഇതുപോലെയാണ്, അൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഴ്സിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് എന്താണ്, അതിന് നമ്മൾ പറയുന്നതാണ് ടൂത്തിങ് എന്നുള്ളത്. അപ്പോൾ
നമ്മളെ ബ്രിക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ബ്രിക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഇതേ രീതിയിൽ സ്റ്റെപ്പ്ഡ് ഫാഷനിലാണെങ്കിൽ അതിനെ റേക്കിംഗ് ബാക്ക് എന്ന് പറയും. നമ്മളിപ്പോൾ ബ്രിക്ക് അറേഞ്ച് ചെയ്യുന്നത് ഇതുപോലെ അൾട്ടർനേറ്റ് ആയിട്ടുള്ള പ്രൊജക്ഷനിലാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ടൂത്തിങ് എന്നുള്ളത്. അൾട്ടർനേറ്റ് കോഴ്സും സ്റ്റെപ്പ്ഡ് ഫാഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ബ്രിക്ക് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രിക്കിൽ നോക്കാനുള്ളതാണ് ബ്രിക്കിലുള്ള ബോൺസ് അല്ലേ. എന്തൊക്കെ ബോണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് അറിയാലേ ബോണ്ട് എന്നുള്ളൊരു ഏരിയ ഈ ഒരു ബ്രിക്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ബോണ്ട് അല്ലേ. ബോൺസ് എന്നുള്ളത് നോക്കാം. ഏതൊക്കെ ബോണ്ടാണ് നമുക്ക് ബ്രിക്കിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺസ് ഏതൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ പറയാനുള്ള ഒന്നാണ് സ്ട്രെച്ചർ ബോണ്ട് അല്ലേ. സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രെച്ചർ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം സ്ട്രെച്ചർ കോഴ്സ് പ്രസന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് 1 ബ്രിക്ക് തിക്ക് അല്ലേ. 1 ബ്രിക്ക് തിക്ക് ആയിരിക്കും സ്ട്രെച്ചർ ബോണ്ടിൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്ട്രെച്ചർ കോഴ്സസ് ആർ പ്രസന്റ് അല്ലേ. സ്ട്രെച്ചർ ബോണ്ടിൽ സ്ട്രെച്ചർ അത് നമുക്ക് അറിയാം അല്ലേ. സ്ട്രെച്ചർ കോഴ്സസ് ആയിരിക്കും പ്രസന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്ട്രെച്ചർ കോഴ്സ് ആ പ്രസന്റ് അല്ലേ. അപ്പം നമ്മൾ ഹെഡർ കോഴ്സിലാണെങ്കിൽ ഹെഡർ ബോണ്ടിലേക്ക് വന്നാലോ ഹെഡർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡർ ബോണ്ടിൽ ഹെഡർ കോഴ്സസ് ആയിരിക്കും പ്രസന്റ് ആയിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നോ സ്ട്രെങ്ത് അല്ലേ. സ്ട്രെങ്ത് കുറവായിരിക്കും ഈ ഒരു ഹെഡർ ബോണ്ടിന് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഹെഡർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡേഴ്സ് ഇതാണ് അല്ലേ. ആ ഒരു ഹെഡേഴ്സ് പ്രസന്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ട്രക്ചർ ബോണ്ട് എന്നും പറയും. ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് തേർഡ് വൺ നോക്കാനുള്ളതാണ് ഇംഗ്ലീഷ് ബോണ്ട് അല്ലേ. ഇംഗ്ലീഷ് ബോണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇംഗ്ലീഷ് ബോണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്രിക്സ് അറേഞ്ച് ചെയ്യുന്നത്? ബ്രിക്ക് അറേഞ്ച് ചെയ്യുന്നത് അൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡർ സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടിൽ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡർ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് മാത്രം പ്രൊവൈഡ് ചെയ്ത് നെക്സ്റ്റ് കോഴ്സിൽ നമ്മൾ ഹെഡേഴ്സ് മാത്രം പ്രൊവൈഡ് ചെയ്ത് അല്ലേ. പിന്നെ നമ്മൾ അടുത്തതിൽ സ്ട്രക്ചേഴ്സ് കൊടുത്തു. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബോണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് അല്ലേ. അപ്പം സ്ട്രോങ് ബോണ്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇംഗ്ലീഷ് ബോണ്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണ്. alternate courses of ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള ഒന്ന് ഏതാണ്? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഫ്ലെമിഷ് ബോണ്ട് അല്ലേ. ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഫ്ലെമിഷ് ബോണ്ടിൽ എന്താണ് ചെയ്യുന്നത്? ഈച്ച് കോഴ്സ് കണ്ടെയ്നിങ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് പറയുന്ന സമയത്ത് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അൾട്ടർനേറ്റ് കോഴ്സ് ആണെങ്കിൽ ഫ്ലെമിഷ് ബോണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈച്ച് കോഴ്സ് കണ്ടെയ്നിങ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് അല്ലേ. നമ്മൾ ഓരോ കോഴ്സിലും ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും കൊടുക്കുകയാണെങ്കിൽ അതിനെയാണല്ലേ നമ്മൾ ഈ ഒരു ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും കമ്പയർ ടു ഇംഗ്ലീഷ് ബോണ്ടിനെ പറയുന്ന സമയത്ത്? ഇതിൻ്റെ സ്ട്രെങ്ത് കുറവായിരിക്കും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അപ്പിയറൻസ് വൈസ് നോക്കുന്ന സമയത്ത് ഗുഡ് ആയിരിക്കും എന്നും പറയാൻ പറ്റും. അപ്പോൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഗുഡ് അപ്പിയറൻസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലെമിഷ് ബോണ്ടിൽ സിംഗിൾ ഫ്ലെമിഷും അതുപോലെ തന്നെ ഡബിൾ ഫ്ലെമിഷും എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് അല്ലേ. സിംഗിൾ ഫ്ലെമിഷും ഡബിൾ ഫ്ലെമിഷും. സിംഗിൾ ഫ്ലെമിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗിൾ ഫ്ലെമിഷിൽ 1 ഫ്ലെമിഷ് ബോണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഡബിൾ ഫ്ലെമിഷിലാണെങ്കിൽ 2 സൈഡിലും, അതായത് നമ്മളിപ്പം ഫേസും ബാക്കും ഉണ്ട് അല്ലേ. നമ്മളിപ്പം ഒരു ബ്രിക്ക് അറേഞ്ച് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ബ്രിക്ക് അറേഞ്ച് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഫേസും ഇതിനെ നമ്മൾ ബാക്കും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഒരു 2 ഫേസും ഒരു ഫേസ് മാത്രം നമ്മളിപ്പം ഒരു ഫേസിൽ നമ്മളിപ്പം ഫ്ലെമിഷ് ബോണ്ട് കൊടുക്കുകയാണ്. അടുത്ത ഫേസിൽ നമ്മൾ
ഇംഗ്ലീഷ് ബോണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയും. പക്ഷെ രണ്ട് ഫേസിലും ഫ്ലെമിഷ് ബോണ്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയും. നമുക്ക് അതൊന്ന് എഴുതിയാലോ. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇത് തമ്മിലുള്ള കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് കേട്ടോ നന്നാവുക. ഈ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിലേക്ക് വരുന്ന സമയത്ത് ഫേസിൽ ഫ്ലെമിഷ് ആയിരിക്കും ഉണ്ടാവുക, ബാക്കിൽ ഇംഗ്ലീഷ് ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഡബിൾ ഫ്ലെമിഷിലേക്ക് വരുന്ന സമയത്ത് ബോത്ത് ഫേസസ് ആർ ഫ്ലെമിഷ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ സ്ട്രെങ്ത് ഉണ്ടാവുന്ന സമയത്ത് ഏതിനായിരിക്കും സ്ട്രെങ്ത് ഉണ്ടാവുക? നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും പറഞ്ഞപോലെ ഇംഗ്ലീഷ് ബോണ്ടിനാണ് സ്ട്രെങ്ത് കൂടുതലെന്ന്. അപ്പോൾ നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഇംഗ്ലീഷും ഫ്ലെമിഷും യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക സിംഗിൾ ഫ്ലെമിഷിനായിരിക്കും അല്ലേ. പക്ഷേ ഡബിൾ ഫ്ലെമിഷ് ആവുന്ന സമയത്ത് അപ്പിയറൻസ് ഗുഡ് ആയിരിക്കും, കൂടുതൽ നല്ല അപ്പിയറൻസ് ഉണ്ടാവുക ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിനായിരിക്കും. പക്ഷെ കമ്പയർ ടു സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ലേ. അപ്പം സിംഗിൾ ഫ്ലെമിഷ് ആണെങ്കിൽ സിംഗിൾ ഫ്ലെമിഷും അതുപോലെ തന്നെ ഡബിൾ ഫ്ലെമിഷും സിംഗിൾ ഫ്ലെമിഷും ഡബിൾ ഫ്ലെമിഷും വരുന്ന സമയത്ത് സിംഗിൾ ഫ്ലെമിഷിൽ ഫേസ് ഫ്ലെമിഷ് ആയിരിക്കും, ബാക്ക് ഇംഗ്ലീഷ് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ബോത്ത് ഫ്ലെമിഷ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡബിൾ ഫ്ലെമിഷ് എന്ന് പറയും. പിന്നെ നമ്മൾ സിംഗിൾ ഫ്ലെമിഷിലേക്ക് വരുന്ന സമയത്ത് അപ്പിയറൻസ് പറയുന്ന സമയത്ത് എങ്ങനെയാണ്? ഗുഡ് അപ്പിയറൻസ് ആണ്. അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ഉണ്ട് സിംഗിൾ ഫ്ലെമിഷിൽ വരുന്ന സമയത്ത്. പക്ഷെ ഡബിൾ ഫ്ലെമിഷിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് അപ്പിയറൻസ് മാത്രമാണ് അല്ലേ, ഗുഡ് അപ്പിയറൻസ് എന്നുള്ളത് മാത്രമാണ് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. അപ്പം ഇതാണ് സിംഗിൾ ഫ്ലെമിഷിലും സിംഗിൾ ഫ്ലെമിഷിലും ഡബിൾ ഫ്ലെമിഷിലും നമുക്ക് നോക്കാനുള്ളത്. പിന്നെ നമ്മൾ ബോണ്ടിലേക്ക് പറയുന്ന സമയത്ത് അടുത്തതായിട്ട് നോക്കാനുള്ള ഒരു ബോണ്ടാണ് റേക്കിംഗ് ബോണ്ട് അല്ലേ. റേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത് ബോണ്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെയാണ് നമ്മൾ റേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. റേക്കിംഗ് ബോണ്ട് അല്ലേ, റേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ ബോണ്ട് പ്ലേസ് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഇൻക്ലൈൻഡ്ലിയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻക്ലൈൻഡ്ലി ബോണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഡയഗണൽ ബോണ്ട് ഉണ്ട്, ഹെറിംഗ് ബോണ്ട് ഉണ്ട്, സിക്സാക് ബോണ്ട് ഉണ്ട് അല്ലേ. അപ്പം അതും ചോദിച്ചു കാണാറുണ്ട്. റേക്കിംഗ് ബോണ്ട് അല്ലാത്തത് ഏതെന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് റേക്കിംഗ് ബോണ്ടിൽ വരുന്നത് ഏതൊക്കെയാണ്? റേക്കിംഗ് ബോണ്ടിൽ വരുന്നതാണ് ഡയഗണൽ ബോണ്ട്, അതുപോലെ തന്നെ ഹെറിംഗ് ബോണ്ട്, അതുപോലെ വരുന്നത് ഏതാണ്? സിക്സാക് ബോണ്ട് അല്ലേ, സിക്സാക് ബോണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് റേക്കിംഗ് ബോണ്ടിൽ വരുന്നത്. അതിൽ ഡയഗണൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 45 ഡിഗ്രിയിൽ ആംഗിൾ ആയിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ 2 to 4 തിക്ക് വാൾസ് ആണ് ഉണ്ടാവുക ഡയഗണൽ ബോണ്ടിൽ എന്നുള്ളത് ഓർക്കുക. ഹെറിംഗ് ബോണ്ട് ആണെങ്കിൽ ഫ്രം സെന്റർ 45 ഡിഗ്രി ഇൻ 2 ഡയറക്ഷനിലായിരിക്കും അല്ലേ. സെന്ററിന് 45 ഡിഗ്രി ഇൻ 2 ഡയറക്ഷനിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെറിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. സിക്സാക് ആണെങ്കിൽ എന്താണ്? 4 ബ്രിക്ക് തിക്ക് വാൾസിലാണ് യൂസ് ചെയ്യുക. അത് എവിടെയാണ്? സിക്സാക് മാനറിലാണ് അല്ലേ പ്ലേസ് ചെയ്യുക. സിക്സാക് മാനറിലാണെങ്കിൽ അതിന് നമ്മൾ സിക്സാക് ബോണ്ട് എന്നുള്ളത് പറയും. അപ്പം ഓർത്ത് വെക്കുക. ഡയഗണൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ 2 to 4 ബ്രിക്ക് തിക്കാണ് വരുന്നത്, ബ്രിക്ക് തിക്ക് വാൾ ആണ് വരുന്നത്. അതുപോലെ ഹെറിംഗ് ബോണ്ട് ആണെങ്കിൽ 45 ഡിഗ്രി 2 ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. 4 to 8 ബ്രിക്ക് തിക്കാണ് വരുന്നത്, ബ്രിക്ക് തിക്ക് വാൾ ആണ്. അതുപോലെ തന്നെ സിക്സാക് ആണെങ്കിൽ 4 ബ്രിക്ക് തിക്ക് വാൾ ആണ് വരുന്നത്. സിക്സാക് മാനറിലാണെന്നുള്ളതും ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു ബോണ്ടാണ് ഡച്ച് ബോണ്ട് അല്ലേ. ഡച്ച് ബോണ്ടിൽ അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളത് മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ്. മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത് ഡച്ച് ബോണ്ടാണ് കേട്ടോ. ഡച്ച് ബോണ്ട് ഏതാണ്? മോഡിഫൈഡ് ഇംഗ്ലീഷ് ബോണ്ട് അല്ലെ. മോഡിഫൈഡ് ഇംഗ്ലീഷ് ബോണ്ടിനെയാണ് നമ്മൾ ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക. ഡച്ച് ബോണ്ട് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഗാർഡൻ വാൾ ബോണ്ട്
ഗാർഡൻ വാൾ ബോണ്ട് ഉണ്ട്. ഗാർഡൻ വാൾ ബോണ്ടിൽ വരുന്നതാണ് ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് ഉണ്ട്, ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു ബോണ്ട് നമുക്ക് നോക്കാനുള്ളതാണ് പേസിംഗ് ബോണ്ട് അല്ലെ. പേസിംഗ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹെഡർ കോഴ്സ് കംസ് ആഫ്റ്റർ സെവറൽ സ്ട്രക്ചർ കോഴ്സ് ആണെങ്കിൽ അതിന് നമ്മൾ പേസിംഗ് ബോണ്ട് എന്നുള്ളത് പറയും. അപ്പം എന്താണ് നോക്കാനുള്ളത്, ഗാർഡൻ വാൾ ബോണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ, ഗാർഡൻ വാൾ ബോണ്ട് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പേസിംഗ് ബോണ്ട് പറഞ്ഞു അല്ലെ. ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 2 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിത് കൊടുക്കുക. 2 മീറ്റർ ഹൈറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഹെഡർ സ്ട്രക്ചർ റേഷ്യോ അല്ലെ 1:3 ഓർ 1:5 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേസിംഗ് ബോണ്ട് അല്ലെ. പേസിംഗ് ബോണ്ട് ആണെങ്കിൽ ഇഫ് ഹെഡർ കോഴ്സ് കംസ് ആഫ്റ്റർ സെവറൽ സ്ട്രക്ചർ കോഴ്സ് അല്ലെ, സ്ട്രക്ചർ കോഴ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പേസിംഗ് ബോണ്ട് എന്ന് പറയുക. ഓർത്ത് വെക്കുക. നമ്മൾ ഓരോ ബോണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് നമ്മളെ ബ്രിക്കിന്റെ ഏരിയയിൽ നമ്മൾ ഇത്രയാണ് കേട്ടോ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബ്രിക്കിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കാനുണ്ടായിരുന്നത്, ബ്രിക്കിന്റെ ഫസ്റ്റ് നമ്മൾ സൈസ് പറഞ്ഞു അല്ലെ. ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്റ്റാൻഡേർഡ് 19x9x9 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നോമിനൽ സൈസിൽ ബ്രിക്കിന്റെ നോമിനൽ സൈസ് വരുന്നത് എത്രയാണ്, 20x10x10 സെന്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ നമ്മൾ ടെക്നിക്കൽ ടേംസ് പറഞ്ഞു അല്ലെ. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു 19x9 വരുന്ന ആ ഒരു പീസിനെയാണ് നമ്മൾ സ്ട്രക്ചർ പീസ് എന്ന് പറയുന്നത്. ഹെഡർ ആണെങ്കിൽ 9x9 വരുന്ന ആ ഒരു പീസിൽ അതിനെയാണ് നമ്മൾ ഹെഡർ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ കോഴ്സ് ആണെങ്കിൽ എന്താണ്, ഹെഡേഴ്സ് അല്ലെ, ഹെഡേഴ്സ് ഒക്കെ സീരീസ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഡ്ജ് ഓഫ് ദ ബ്രിക്ക് ആണ് അല്ലെ. പിന്നെ നമ്മൾ ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ സർഫസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെർപെൻസ് അല്ലെ, പെർപെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ജോയിൻസിനെയാണല്ലേ നമ്മൾ പെർപെൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്ലോസർ പറഞ്ഞു. ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ് അലോങ് ലെങ്ത് വൈസ് അല്ലെ, അതിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുന്നത്. ആ ക്ലോസറിൽ നമ്മൾ ക്യൂൺ ക്ലോസർ പറഞ്ഞു, കിങ് ക്ലോസർ പറഞ്ഞു, ബിവൽഡ് ക്ലോസർ പറഞ്ഞു, മിറ്റഡ് ക്ലോസർ പറഞ്ഞു അല്ലെ. അതിൽ ക്യൂൺ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കട്ട് ലോഞ്ചിറ്റ്യൂഡിനലി ലെങ്ത് വൈസ് അല്ലെ, അല്ലെങ്കിൽ എലോങ് ലെങ്ത് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്യൂൺ ക്ലോസർ എന്നാണ് ഉള്ളത്, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കിങ് ക്ലോസർ ആണെങ്കിൽ ഹാഫ് ഹെഡർ ആൻഡ് ഹാഫ് സ്ട്രക്ചർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിങ് ക്ലോസർ ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ബിവൽഡ് ക്ലോസർ ആണെങ്കിൽ ഫുൾ സ്ട്രക്ചർ ആൻഡ് ഹാഫ് ഹെഡർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ബിവൽഡ് ക്ലോസർ ആണെന്ന് ഓർത്ത് വെക്കുക. മിറ്റഡ് ക്ലോസർ ആണെങ്കിൽ ആംഗിൾ ഓഫ് 45 to 60 ഡിഗ്രി അല്ലെ, 45 to 60 ഡിഗ്രി വിത്ത് ലെങ്ത് ഓഫ് ദ ബ്രിക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ മിറ്റഡ് ക്ലോസർ ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ബാറ്റ് എന്താണെന്ന് പറഞ്ഞു. ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രോസ് ലെങ്ത് അലോങ് വിഡ്ത്ത് നമ്മൾ കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബാറ്റ് എന്ന് പറഞ്ഞു. ബാറ്റിലും ഇതുപോലെ തന്നെ ഹാഫ് ബാറ്റ്, 3/4 ബാറ്റ്, ബിവൽഡ് ബാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രോഗ് ആണ് അല്ലെ. ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിപ്രഷൻ അല്ലെ, നമ്മൾ ബ്രിക്കിന്റെ മുകളിൽ കൊടുക്കുന്ന ആ ഒരു ഡിപ്രഷനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഓൺ ദ ഫേസ് ഓഫ് ദ ബ്രിക്കിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഹേർട്ടിങ് പറഞ്ഞിട്ടില്ല അല്ലെ. ഹേർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ പോർഷൻ അല്ലെ, ഇന്റീരിയർ പോർഷൻ ബിറ്റ്വീൻ ഫേസ് ആൻഡ് ബാക്ക്, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇന്റീരിയർ പോർഷൻ ബിറ്റ്വീൻ ഫേസ് ആൻഡ് ബാക്കിനെയാണ് നമ്മൾ ഹേർട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റേക്കിംഗ് ബാക്കും ടൂത്തിങ്ങും പറഞ്ഞു. റേക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് സ്റ്റെപ്പ്ഡ് ഫാഷനിലാണെങ്കിൽ അത് നമ്മൾ റേക്കിംഗ് ബാക്ക് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ബ്രിക്കിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അൾട്ടർനേറ്റ് ആയിട്ടാണെങ്കിൽ അൾട്ടർനേറ്റിൽ ടി ഉണ്ട്, അതുപോലെ തന്നെ ടൂത്തിങ്ങിൽ ടി ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കുക അല്ലെ. ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടിട്ട് മാത്രം പറഞ്ഞതാണ്. ഏതെങ്കിലും ഒന്ന് റേക്കിംഗ് ബാക്കോ ടൂത്തിങ്ങോ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ മാത്രം കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേത് ക്ലിയർ ആവും അല്ലെ. ഡൗട്ട് ഉള്ളവർക്ക് മാത്രം പറഞ്ഞതാണ് ടൂത്തിങ് എന്നുള്ളത് അൾട്ടർനേറ്റ് കോഴ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, പിന്നെ നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ബോണ്ടിലേക്ക് പോയി അല്ലെ. ഏതൊക്കെ ബോണ്ട്സ് ആണ് ബ്രിക്കിലുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ സ്ട്രക്ചർ ബോണ്ട് പറഞ്ഞു. സ്ട്രക്ചർ ബോണ്ടിന് നമ്മൾ സ്ട്രക്ചർ കോഴ്സസ് ആർ പ്രസന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞു. 1 ബ്രിക്ക് തിക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെഡർ ബോണ്ട് ആണെങ്കിൽ സ്ട്രെങ്ത് കുറവായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെഡർ ഫേസിൽ വരുന്നത് അല്ലെ. പിന്നെ ഇംഗ്ലീഷ് ബോണ്ട് പറഞ്ഞു. ഇംഗ്ലീഷ് ബോണ്ടിൽ എന്താണ്, അൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞത്, സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലെമിഷ് ബോണ്ട് അല്ലെ. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് കോഴ്സ് കണ്ടെയ്നിങ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് ആണെന്ന് പറഞ്ഞു. ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും. ഫ്ലെമിഷ് ബോണ്ടിൽ തന്നെ നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിലെ ഫ്ലെമിഷ്
ഫ്ലെമിഷും ബാക്കിൽ ഇംഗ്ലീഷും ആണെങ്കിൽ അത് നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് എന്ന് പറഞ്ഞു. ഡബിൾ ഫ്ലെമിഷ് ആണെങ്കിൽ ഫേസും ബാക്കും ഫ്ലെമിഷ് തന്നെയായിരിക്കും അല്ലെ. ബോത്ത് ആർ ദ ഫ്ലെമിഷ് ഫേസസ് ആണെങ്കിൽ അത് നമ്മൾ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ റാക്കിംഗ് ബോണ്ട് പറഞ്ഞു. റാക്കിംഗ് ബോണ്ട് ഇൻക്ലൈൻഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിനെയാണ് അല്ലേ. അതിൽ ഡയഗണൽ ബോണ്ട് ഉണ്ട്, ഹെറിംഗ് ബോണ്ട് ഉണ്ട്, സിക്സാക് ബോണ്ട് ഉണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡച്ച് ബോണ്ട് പറഞ്ഞു. ഡച്ച് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാർഡൻ വാൾ ബോണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസിംഗ് ബോണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫേസിംഗ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഹെഡർ കോഴ്സ് കംസ് ആഫ്റ്റർ സെവറൽ സ്ട്രക്ചർ കോഴ്സ് ആണെങ്കിൽ അത് നമ്മൾ ഫേസിംഗ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് ബ്രിക്കിന്റെ ഏരിയയിൽ പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റോണിലേക്ക് കിടക്കാം അല്ലെ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോണിലേക്ക് നോക്കാം അല്ലെ. സ്റ്റോൺ എന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ. സ്റ്റോൺ ആണ്. സ്റ്റോൺ എന്താണെന്ന് നോക്കാം. നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. മൊഡ്യൂൾ 3 തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു 12th സീരീസ് അല്ലെ, 12ാമത്തെ സീരീസ് മുതലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ മുന്നിലുള്ളതൊക്കെ നമ്മൾ ഈ ഒരു 12ാമത്തെ സീരീസ് മുതലാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്നുള്ള മൊഡ്യൂളിലേക്ക് കടന്നിട്ടുള്ളത്. അതിന്റെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിരുന്നു. അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഏതൊക്കെ മൊഡ്യൂൾ മുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 8 മുതൽ, അതെ മൊഡ്യൂൾ 8 മുതൽ നമ്മൾ മൊഡ്യൂൾ 11 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊഡ്യൂൾ 3 കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റോണിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെക്നിക്കൽ ടേംസ് തന്നെയാണ് കേട്ടോ. നമുക്ക് ടെക്നിക്കൽ ടേംസ് നോക്കാം. ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ്? ടെക്നിക്കൽ ടേംസ് നമുക്ക് സ്റ്റോണിൽ നോക്കാനുള്ളത്, ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് അല്ലെ. എന്താണ് സ്പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ സ്റ്റോൺ ആണ് അല്ലെ. സ്മോൾ ഇറഗുലർ സ്റ്റോണിനെയാണ് നമ്മൾ സ്പോൾസ് എന്ന് പറയുന്നത്. എന്താണ്? സ്മോൾ ഇറഗുലർ സ്റ്റോൺ അല്ലെ, അതിനെയാണ് നമ്മൾ സ്പോൾസ് എന്ന് പറയുക. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ അല്ലെ. ഫിൽ ഗ്യാപ്പ് എന്നാണ് നമ്മൾ ഈ ഒരു സ്പോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടേം എന്താണ്? നെക്സ്റ്റ് നോക്കാനുള്ള ഒന്നാണ് നാച്ചുറൽ ബെഡ് അല്ലെ. നാച്ചുറൽ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഒരു സ്റ്റോണിന് ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്ലെയിൻ ഫേസ് അല്ലെ. അപ്പം ആ ഒരു പ്ലെയിൻ അലോങ് സ്റ്റോൺ ഈസിലി സ്പ്ലിറ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കോർണൈസ് ആണ്. കോർണൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. ഓർണമെന്റൽ ഫിനിഷിനെയാണ് നമ്മൾ കോർണൈസ് എന്ന് പറയുന്നത്. ഓർണമെന്റൽ ഫിനിഷ് അല്ലെ, അതാണ് കോർണൈസ് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഫ്രീസ് എന്താണ്? ഫ്രീസ് നമ്മൾ സ്റ്റോൺ ജസ്റ്റ് ബിലോ കോർണൈസ് അല്ലെ, നമ്മൾ ആ ഒരു കോർണൈസിന്റെ ജസ്റ്റ് ബിലോ കൊടുക്കുന്ന ആ ഒരു സ്റ്റോണിനെയാണ് നമ്മൾ ഫ്രീസ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റോൺ ജസ്റ്റ് ബിലോ കോർണൈസ് അല്ലെ, കോർണൈസ്, അതിനെയാണ് നമ്മൾ ഫ്രീസ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്കിംഗ് കോസ്റ്റ് അല്ലെ, ബ്ലോക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എബോവ് കോർണൈസ് ആണ്. ബ്ലോക്കിംഗ് കോസ്റ്റ് അല്ലെ. ബ്ലോക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് എബോവ് കോർണേഴ്സ് അല്ലെ, ജസ്റ്റ് എബോവ് കോർണേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റോണിനെയാണ് നമ്മൾ ബ്ലോക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോണിലേക്ക് പോവാം അല്ലെ. സ്റ്റോണിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ രീതിയിലാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മേസൺറി പറയുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പാണ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്? സ്റ്റോണിന് വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബിൾ മേസൺറിയും അതുപോലെ തന്നെ ആഷ്ലാർ മേസൺറി ആണ് അല്ലെ. ഏതൊക്കെയാണ്? റബിൾ മേസൺറി, അതുപോലെ തന്നെ ആഷ്ലാർ മേസൺറി അല്ലെ. ആഷ്ലാർ മേസൺറിയുമാണ് നമ്മൾ ഈ ഒരു സ്റ്റോണിന്റെ ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടുള്ള
മെയിൻ ആയിട്ടുള്ള സബ് ക്ലാസിഫിക്കേഷൻ അല്ലെ, റബിൾ മേസൺട്രിയും ആഷ്ലാർ മേസൺട്രിയും. അപ്പം എന്താണ് നമുക്കിനി റബിൾ മേസൺട്രിയും അതുപോലെ തന്നെ ആഷ്ലാർ മേസൺട്രി എന്ന് പറഞ്ഞിട്ട് നോക്കാം. ഞാൻ അതിനൊന്ന് നെക്സ്റ്റ് പേജിലേക്ക് എഴുതുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് റബിൾ മേസൺട്രി നോക്കുകയാണെങ്കിൽ റബിൾ മേസൺട്രീനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? നമ്മൾ റബിൾ മേസൺട്രീനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, റബിൾ മേസൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ ഷേപ്പിലായിരിക്കും കേട്ടോ മേസൺട്രീസ് ഉണ്ടാവുക. ഇറഗുലർ ഷേപ്പിലാണെങ്കിൽ അതിന് നമ്മൾ റബിൾ മേസൺട്രി എന്ന് പറയും. റെഗുലർ ഷേപ്പിലാണ് നമ്മൾ മേസൺട്രീസ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ആഷ്ലാർ മേസൺട്രി എന്നും പറയും. അപ്പോൾ ഇറഗുലർ ഷേപ്പ് എന്നുള്ളത് ഓർത്ത് വെക്കുക, ഇറഗുലർ ഷേപ്പ്. നമ്മൾ ഈ ഒരു റബിൾ മേസൺട്രിയിൽ നമ്മൾ ഏതൊക്കെയാണ് പറയുന്നത്? റബിൾ മേസൺട്രിയിൽ നമ്മൾ പറയുന്നതാണ് ഫസ്റ്റ് കോസ്ഡ് റബിൾ മേസൺട്രി. കോസ്ഡ് റബിൾ മേസൺട്രി ഉണ്ട്, കോസ്ഡ് റബിൾ മേസൺട്രി. കോസ്ഡ് റബിൾ മേസൺട്രിയിൽ എങ്ങനെയാണ് സ്റ്റോൺസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് റബിൾ മേസൺട്രിയിൽ സ്റ്റോൺസ് അറ്റ് ഈക്വൽ ഹൈറ്റിൽ നമ്മൾ സ്റ്റോൺസ് പ്ലേസ് ചെയ്യുന്നത്, ഇറഗുലർ ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണെങ്കിലും അത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈക്വൽ ഹൈറ്റിലാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് കോസ്റ്റ് റബിൾ മേസൺട്രി എന്ന് പറയുന്നത്. കോസ്റ്റ് റബിൾ മേസൺട്രിയിൽ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് ഫസ്റ്റ് നമുക്ക് കോസ്റ്റ് റബിൾ മേസൺട്രി എന്താണെന്ന് നോക്കാം. കോസ്റ്റ് റബിൾ മേസൺട്രിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റോൺസ് placed at ഈക്വൽ ഹൈറ്റ് അല്ലെ, ഈക്വൽ ഹൈറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ കോസ്റ്റ് റബിൾ മേസൺട്രി എന്ന് പറയും. ഇതിൽ നമ്മൾ 3 ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, 3 ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എഴുതുകയാണെങ്കിൽ എന്താണ് ക്ലാസ് 1, 2, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറയുന്നത്? അതിൽ നമ്മൾ മോട്ടാർ തിക്നെസ് അല്ലെ, മോട്ടാർ തിക്നെസ് വരുന്നത് 10 mm ആണെങ്കിൽ നമ്മൾ ക്ലാസ് 1 എന്ന് പറയും. മോട്ടാർ തിക്നെസ് വരുന്നത് 12 mm ആണെങ്കിൽ അതിനെ നമ്മൾ ക്ലാസ് 2 എന്ന് പറയും. മോട്ടാർ തിക്നെസ് വരുന്നത് 16 mm ആണെങ്കിൽ നമ്മൾ ക്ലാസ് 3 എന്ന് പറയും. ഇനി നമുക്ക് കോസ്റ്റ് റബിൾ മേസൺട്രി നമ്മൾ പറഞ്ഞു അല്ലെ. കോസ്റ്റ് റബിൾ മേസൺട്രി കഴിഞ്ഞാൽ നമുക്കിനി അൺകോസ്റ്റ് റബിൾ മേസൺട്രി നോക്കാം. സെക്കൻഡ് അൺകോസ്റ്റ് റബിൾ മേസൺട്രി അല്ലെ. അൺകോസ്റ്റ് റബിൾ മേസൺട്രി ആണെങ്കിൽ എന്താണ് അൺകോസ്റ്റ് റബിൾ മേസൺട്രി എന്ന് പറഞ്ഞാൽ? അൺകോസ്റ്റ് റബിൾ മേസൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കോൺസ്റ്റന്റ് അല്ലായിരിക്കും അല്ലെ. ഹൈറ്റ് നോട്ട് കോൺസ്റ്റന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഹൈറ്റ് നോട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ അൺകോസ്റ്റ് റബിൾ മേസൺട്രി എന്ന് പറയുന്നത്. ഇതിലും ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ക്ലാസ് 1 ആണെങ്കിൽ നമ്മൾ അതിൽ മോട്ടാർ തിക്നെസ് എടുക്കുന്നത് 6 mm ആയിരിക്കും. ക്ലാസ് 2 ആണെങ്കിൽ മോട്ടാർ തിക്നെസ് എടുക്കുന്നത് 12 mm ആയിരിക്കും. ക്ലാസ് 1 ആണെങ്കിൽ മോട്ടാർ തിക്നെസ് 6 mm ആണ്. ക്ലാസ് 2 ആണെങ്കിൽ മോട്ടാറിന്റെ തിക്നെസ് 12 mm ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതാണ് നമുക്കിപ്പം ഞാൻ പറഞ്ഞതൊന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട്. ഇത് അൺകോസ്റ്റ് റബിൾ മേസൺട്രിയിലല്ല കേട്ടോ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറയുന്നത്. കോസ്റ്റ് റബിൾ മേസൺട്രിയിൽ നമ്മൾ ഹൈറ്റ് നോട്ട് കോൺസ്റ്റന്റ് ആയിട്ടാണല്ലേ വരുന്നത്. ഹൈറ്റ് നോട്ട് കോൺസ്റ്റന്റ് ആണെന്നുള്ളത് മാത്രം അവിടെ നോക്കി വെക്കുക. പിന്നെ നമുക്ക് ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നത് റാൻഡം റബിൾ മേസൺട്രിയിലാണ്. റാൻഡം റബിൾ മേസൺട്രിയിലാണ് വരുന്നത്. റാൻഡം റബിൾ മേസൺട്രി അല്ലേ. അപ്പൊ നമുക്ക് തേർഡ് വൺ വരുന്നതാണ് റാൻഡം റബിൾ മേസൺട്രി. അതിൽ നമ്മൾ ഫേസസ് ഓഫ് ദ സ്റ്റോൺ ഡ്രസ്ഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ റാൻഡം റബിൾ മേസൺട്രി എന്ന് പറയുന്നത്. അതായത് അപ്പിയറൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന മേസൺട്രീസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ റാൻഡം റബിൾ മേസൺട്രി എന്ന് പറയുന്നത്. അതിലാണ് കേട്ടോ ക്ലാസ് 1, ക്ലാസ് 2 ഉള്ളത്. അതിലാണ് ക്ലാസ് 1, ക്ലാസ് 2 ഉള്ളത്. ക്ലാസ് 1 എന്ന് പറയുന്നത് മോട്ടാർ തിക്നെസ് 6 mm ആയിരിക്കും വരിക. ക്ലാസ് 2 എന്ന് പറയുന്നത് മോട്ടാർ തിക്നെസ് 12 mm ആയിരിക്കും വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. റാൻഡം റബിൾ മേസൺട്രി, അൺകോസ്റ്റ് റബിൾ മേസൺട്രി, കോസ്റ്റ് റബിൾ മേസൺട്രി നമ്മൾ പറഞ്ഞു. പിന്നെ ഡ്രൈ റബിൾ മേസൺട്രി ഉണ്ട്. ഡ്രൈ റബിൾ മേസൺട്രി എന്ന് പറയുന്നത് നമ്മൾ മോട്ടാർസ് കൊടുക്കാണ്ട് മേസൺട്രീസ് അറേഞ്ച് ചെയ്യും അല്ലെ. റീറ്റെയിനിങ് വാൾസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ മോട്ടാറും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് എക്സ്പെൻസീവ് ആയിട്ടാണല്ലേ വരിക. അപ്പോൾ നമ്മൾ അങ്ങനെ മോട്ടാർസ് കൊടുക്കാതെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന മേസൺട്രീസിനെയാണ് ഡ്രൈ റബിൾ മേസൺട്രീസ് എന്ന് പറയുന്നത്. സ്റ്റോൺസ് അറേഞ്ച്ഡ്
വിത്തൗട്ട് മോട്ടാർ അല്ലേ, വിത്തൗട്ട് മോട്ടാർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രൈ റബിൾ മേസൺറി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ആഷ്ലാർ മേസൺറി നോക്കാം അല്ലെ. നമ്മൾ റിബിൾ മേസൺറി അല്ലെ, നമ്മളിപ്പോൾ റിബിൾ മേസൺറി പറഞ്ഞു. ഇനി നമുക്ക് ആഷ്ലാർ മേസൺറി നോക്കുകയാണെങ്കിലോ, ആഷ്ലാർ മേസൺറി നോക്കുന്ന സമയത്ത് ആഷ്ലാർ മേസൺറി നമ്മൾ നോക്കുന്ന സമയത്ത് അതിലെങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ്ലാർ ഫൈൻ മേസൺറി ഉണ്ട്, അതുപോലെ തന്നെ ആഷ്ലാർ റഫ് മേസൺറി ഉണ്ട്, ആഷ്ലാർ റോക്ക് മേസൺറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് ആഷ്ലാർ ഫൈൻ മേസൺറി നോക്കാം അല്ലെ. ആഷ്ലാർ ഫൈൻ മേസൺറി, ആഷ്ലാർ ഫൈൻ മേസൺറി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പേര് തന്നെ ഉണ്ട് അല്ലെ. ആഷ്ലാർ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ഷേപ്പിലുള്ള സ്റ്റോൺസ് അറേഞ്ച് ചെയ്യുന്നതിനാണ്. അതിൽ തന്നെ ആഷ്ലാർ ഫൈൻ മേസൺറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രിക്ക് ലൈക്ക് കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ആഷ്ലാർ ഫൈൻ മേസൺറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡ്ജസ് ഓഫ് ദ സ്റ്റോൺ ഒക്കെ വെൽ ഫിനിഷ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ കോസ്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക. കറക്റ്റ് ആ ഒരു ഫിനിഷിലൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും കോസ്റ്റ് കൂടുന്നുള്ളത് കണക്ട് ചെയ്ത് തന്നെ ഓർക്കാൻ പറ്റും. അപ്പം ആഷ്ലാർ ഫൈൻ മേസൺറി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിക്ക് ലൈക്ക് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ മോട്ടാർ ജോയിൻസ് അല്ലെ, മോട്ടാർ ജോയിൻസ് നോട്ട് ഗ്രേറ്റർ ദാൻ 3 mm ആയിരിക്കും എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് ആഷ്ലാർ ഫൈൻ മേസൺറിയിൽ നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ആഷ്ലാർ റഫ് മേസൺറി അല്ലെ. ആഷ്ലാർ റഫ് മേസൺറി, ആഷ്ലാർ റഫ് മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആഷ്ലാർ റഫ് മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫേസിലെ ആ ഒരു കറക്റ്റ് റെഗുലർ ഷേപ്പിലുള്ള സ്റ്റോൺ ആയിരിക്കും, പക്ഷെ ആ ഒരു ഫേസ് നമ്മൾ ഒരു ഫേസിൽ നമ്മൾ ടൂൾസ് യൂസ് ചെയ്തിട്ട് റഫ് ആക്കി വെക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആഷ്ലാർ റഫ് മേസൺറി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആഷ്ലാർ റഫ് മേസൺറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബെഡും സൈഡ്സും ഒക്കെ ഫൈനലി ചിസൽഡ് ആയിരിക്കും, പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് റഫായിട്ട് വെക്കും അല്ലേ. അപ്പം ആഷ്ലാർ റഫ് മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ നമ്മൾ ബെഡ് ആൻഡ് സൈഡ്സ് ഫൈനലി ചിസൽഡ് ആയിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ്, ഫേസ് മേഡ് റഫ് ബൈ ടൂൾസ് അല്ലേ. അതിൻ്റെ ഫേസ് നമ്മൾ ടൂൾസ് യൂസ് ചെയ്തിട്ട് റഫ് ആക്കി വെക്കും അല്ലേ. ഫേസ് മേഡ് റഫ് ബൈ ടൂൾസ് എന്നുള്ളത് നോക്കി വെക്കുക. അതാണ് ആഷ്ലാർ റഫ് മേസൺറി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് അല്ലേ. ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളിവിടെ മോട്ടാർ തിക്നെസ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഗ്രേറ്റർ ദാൻ 6 mm ആയിരിക്കും. നോട്ട് ഗ്രേറ്റർ ദാൻ 6 mm നമ്മൾ മോട്ടാർ തിക്നെസ് എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മേസൺറിയിൽ ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സിൽ ആഷ്ലാർ മേസൺറിൻ്റെയും അതുപോലെ തന്നെ റിബിൾ മേസൺറിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് നോക്കേണ്ടത്, ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആഷ്ലാർ മേസൺറിൻ്റെയും റിബിൾ മേസൺറിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി എഞ്ചിനീയറിംഗ് വർക്ക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് റിട്ടൈനിങ് വാൾ അതുപോലെ തന്നെ സീ വാൾസ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടിയിട്ട് ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടാർ തിക്നെസ് നോട്ട് ഗ്രേറ്റർ ദാൻ 6 mm ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കോമ്പിനേഷൻ ഓഫ് ആഷ്ലാർ മേസൺറി പ്ലസ് റിബിൾ മേസൺറി ആണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് എന്താണ് നോക്കേണ്ടത്, യൂസ്ഡ് ഹെവി എഞ്ചിനീയറിംഗ് വർക്ക് അല്ലേ, യൂസ്ഡ് ഫോർ ഹെവി എഞ്ചിനീയറിംഗ് വർക്ക്. അപ്പം അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോണിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്സിലുണ്ടെങ്കിൽ എന്തായാലും കംപ്ലീറ്റ് തന്നെ പഠിച്ചിട്ട് പോവുക.
നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റോൺ റിലേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്നാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റോണിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റോണിനെ കുറിച്ചൊന്ന് ഷോർട്ടായിട്ട് പറയാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റോണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ടെക്നിക്കൽ ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ കോർബൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ഓഫ് റൂഫ് ട്രസ് അല്ലെ, നമ്മൾ കോർബൽ കൊടുക്കുന്നത് റൂഫ് ട്രസ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ കവറിങ് അല്ലെ, അങ്ങനത്തെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോർണൈസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. കോർണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർണമെന്റൽ ഫിനിഷ് ആണ്, അല്ലെങ്കിൽ എബോവ് വാൾ പ്രിവെന്റ് റെയിൻ വാട്ടർ കോൺടാക്ട് എന്നൊക്കെ ഉള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ബിലോ കോർണൈസ് അല്ലെ, ജസ്റ്റ് ബിലോ കോർണൈസിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റോണിനെയാണ് നമ്മൾ ഫ്രീസ് എന്ന് പറയുന്നത്. ബ്ലോക്കിംഗ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ജസ്റ്റ് എബോവ് കോർണൈസ് ആണെങ്കിൽ അതിന് നമ്മൾ ബ്ലോക്കിംഗ് കോഴ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പാൾസ് എന്താന്ന് പറഞ്ഞു അല്ലെ, സ്പാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇറഗുലർ സ്റ്റോൺ ആണ് അല്ലെ, ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്മോൾ ഇറഗുലർ സ്റ്റോണിനെയാണ് നമ്മൾ സ്പാൾസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മേസൺട്രി ആണ് അല്ലെ. ഈ ഒരു സ്റ്റോൺ മേസൺട്രീനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പറഞ്ഞു അല്ലെ, റബിൾ മേസൺട്രിയും അഷ്ലാർ മേസൺട്രിയും. റബിൾ മേസൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ ഷേപ്പിലുള്ള സ്റ്റോൺസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് റബിൾ മേസൺട്രി എന്ന് പറയുന്നത്. റെഗുലർ ഷേപ്പിലുള്ള സ്റ്റോൺസിനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അഷ്ലാർ മേസൺട്രി എന്ന് പറയുന്നത് പറഞ്ഞു. അതിൽ നമ്മൾ റബിൾ മേസൺട്രിയിൽ വരുന്ന സമയത്ത് കോസ്റ്റ് റബിൾ മേസൺട്രി ഉണ്ട്, അൺകോസ്റ്റ് റബിൾ മേസൺട്രി ഉണ്ട്, റാൻഡം റബിൾ മേസൺട്രി ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈ റബിൾ മേസൺട്രി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്ന് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് റബിൾ മേസൺട്രിയിൽ സ്റ്റോൺസ് അറ്റ് ഈക്വൽ ഹൈറ്റിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കോസ്റ്റ് റബിൾ മേസൺട്രി എന്ന് പറഞ്ഞു. അതിൽ ക്ലാസ് 1, 2, 3 എന്നുള്ളത് നമ്മൾ ആ ഒരു മോട്ടാർ തിക്നെസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് 1 ആണെങ്കിൽ 10 mm, ക്ലാസ് 2 ആണെങ്കിൽ 12 mm, ക്ലാസ് 3 ആണെങ്കിൽ 16 mm എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അൺകോസ്റ്റ് റബിൾ മേസൺട്രി ആണെങ്കിൽ ഹൈറ്റ് നോട്ട് കോൺസ്റ്റന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ റാൻഡം റബിൾ മേസൺട്രി ആണെങ്കിൽ ഫേസ് ഓഫ് സ്റ്റോൺ ഡ്രസ്ഡ് ആയിരിക്കും, അപ്പിയറൻസ് മോർ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അതിൽ ക്ലാസ് 1, 2 എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 1 മോട്ടാർ തിക്നെസ് 6 mm ആയിരിക്കും, ക്ലാസ് 2 12 mm ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഡ്രൈ റബിൾ മേസൺട്രിയിൽ റീറ്റെയിനിങ് വാളിലൊക്കെ നമ്മൾ മോട്ടാർ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റോൺസിന്റെ അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ ഡ്രൈ റബിൾ മേസൺട്രി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് അഷ്ലാർ മേസൺട്രിയിലേക്ക് പോവുകയാണെങ്കിൽ അഷ്ലാർ മേസൺട്രിയിൽ അഷ്ലാർ പൈൻ മേസൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഷ്ലാർ പൈൻ മേസൺട്രിയിൽ ഓൾ എഡ്ജസ് വെൽ ഫിനിഷ്ഡ് ആയിരിക്കും, ഹൈ കോസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ മോട്ടാർ തിക്നെസ് നോട്ട് ഗ്രേറ്റർ ദാൻ 3 mm എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ അഷ്ലാർ റഫ് മേസൺട്രി ആണെങ്കിൽ അവിടെ നമുക്ക് നോക്കേണ്ടത് ആ ഒരു ഫേസ് റഫായിട്ട് നമ്മൾ ടൂൾസ് യൂസ് ചെയ്തിട്ട് റഫാക്കി വെക്കും. അതുപോലെ തന്നെ ബെഡ്സ് ആൻഡ് സൈഡ്സ് ഫൈനലി ചിസൽഡ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് അഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് ആണ്. അഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് അഷ്ലാർ മേസൺട്രി പ്ലസ് റബിൾ മേസൺട്രി ആണ് വരുന്നത്. ഹെവി എഞ്ചിനീയറിംഗ് വർക്ക്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു അഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സിന്റെ മോട്ടാർ തിക്നെസ് എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 6 mm എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിപ്പോൾ നമ്മൾ ഹെവി എഞ്ചിനീയറിംഗ് വർക്ക് എന്ന് പറയുന്നത് റീറ്റെയിനിങ് വാൾ, സീ വാളിന്റെ ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റോണിന്റെ ഏരിയയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്? നമ്മൾ പോയിന്റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിന്റിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ അതിന് ഷോർട്ടായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിക്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാക്കി പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ മുന്നത്തെ ഒരു ഇതുപോലെ തന്നെ റിവിഷൻ സീരീസ് പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഏരിയാസ് കവർ ചെയ്തിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് കേട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ വീഡിയോസിൽ നിങ്ങൾ പെയ്ഡ് മെമ്പർ ആണെങ്കിൽ നമ്മൾ എന്തായാലും എക്സാമിൻ്റെ കുറച്ച് മുന്നേ തന്നെ കംപ്ലീറ്റ് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെയ്ഡ് മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് കംപ്ലീറ്റ് വീഡിയോസ് കേട്ടതിന് ശേഷം ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിൽ ഇപ്പോൾ നമുക്ക് ഗ്രേഡ് 1 നമ്മൾ ആ ഒരു കറക്റ്റ് ഇട്ടിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് മുന്നത്തെ എക്സാംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ചിലപ്പം ഈ ഒരു ഗ്രേഡ് 1 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടും ചോദിക്കും, ചിലപ്പോൾ ടഫായിട്ടും ചോദിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു റിവിഷൻ സീരീസിലെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റ് വൈസ് തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഏരിയാസ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടും ഓരോരോ അല്ലെങ്കിൽ നമ്മൾ ഏരിയാസ് കവർ ചെയ്യുന്ന സമയത്ത്
AutoCAD ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടില്ല. എന്നാലും ബാക്കി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഒരുപാട് ഗ്രേഡ് 1ന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനലിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മാക്സിമം എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക, കേട്ട് നോക്കുക, കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഒരു എക്സാം എഴുതുന്ന ആ ഒരു എഫക്റ്റോട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് പഠിച്ച് മാത്രം പോയി കഴിഞ്ഞാൽ റെഡി ആവില്ല. പഠിക്കണം, റിവിഷൻ ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സാംസും വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു കറക്റ്റ് ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ഈ ഒരു മൊഡ്യൂൾ 4ന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, 2-3 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 4ഉം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കറക്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിലബസ് നിങ്ങൾ പറ്റുകയാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ ഓരോ ഏരിയാസും കവർ ചെയ്ത് പോകുന്ന സമയത്ത് ടിക്കറ്റ് തന്നെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കവർ ചെയ്യാൻ പറ്റും. വൈഡ് സിലബസ് ആണെന്ന് ചോദിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിങ്ങൾ ഏരിയാസ് പിക്ക് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സിലബസിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ അതൊന്ന് വലിച്ചു വാരി ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.